ഹലോ. ചേന, പടവലങ്ങ, ക്യാരറ്റ്, കോവയ്ക്ക ഇവയൊന്നുമില്ല. കുറച്ച് പച്ചക്കറി ഉള്ളത് വെച്ചിട്ട് ഒരു അവിയലുണ്ടാക്കണം. തൊണ്ടവേദനയായ ഒന്നാമതേ സൗണ്ടില്ല, എന്നോട് തൊണ്ടവേദനയും കൂടിയാണ്. മാറാൻ കാത്തിരുന്നാൽ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾക്ക് നുള്ള പച്ചക്കറി വെച്ച് ഒരു അവിയലുണ്ടാക്കുവാണ്. അതിനും കുമ്പളങ്ങയുണ്ട്, മത്തങ്ങയുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ്, മുരിങ്ങയ്ക്ക, 2 പച്ചക്ക, പച്ചമുളക്, ഇത്രയും ഇട്ട് നമ്മൾ പച്ചക്കറികൾ വേകാൻ വയ്ക്കുകയാണ്. പച്ചക്കറി കുറച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി പച്ചക്കറി വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ നുറുക്കിയ തേങ്ങ ഇളക്കി എടുത്ത തേങ്ങ ആയതുകൊണ്ട് നമുക്ക് ആദ്യം മിക്സിയിലിട്ടിട്ട് ആ തേങ്ങ നമുക്കൊന്ന് ചെറിയ രൂപത്തിലാക്കി മാറ്റണം. എന്നിട്ട് നമുക്കതിലേക്ക് ജീരകം, ഉള്ളി, മഞ്ഞൾപ്പൊടി, എരിവിഷ്ടമുള്ളവർക്ക് പച്ചമുളക് കൂടുതൽ അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ കഷ്ണത്തിൽ മുറിച്ചിട്ടാലും മതി. അങ്ങനെ ഈ തേങ്ങ ഒക്കെ കൂടി നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ്. ഒരുപാട് അരയ്ക്കണ്ട, ഒന്ന് ചതച്ചെടുക്കുകയാണ്. 1 സ്പൂണ് തൈര് ഒഴിക്കുന്നുണ്ട്. 1 സ്പൂണ് തേങ്ങ ബാക്കി നമുക്ക് പിന്നീട് ഒഴിക്കാം. നമ്മളിതൊന്ന് ചതച്ചെടുത്തിട്ട് ഈ വെന്ത കഷ്ണങ്ങളിലേക്ക് നമ്മൾ ഈ അരവ് ചേർക്കുന്നു. കഷ്ണങ്ങൾ വെന്തേ ഇപ്പോൾ അരവ് ചേർക്കുവാണ്. അരപ്പ് ചേർത്ത് നല്ലോണം ഇളക്കി ചേർക്കുക. പക്ഷേ ഈ അരപ്പിൽ എന്താണ് വല്ലാതെ ചൂട് വേണ്ട. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് തട്ടിയാൽ മതിയാവും. അത് കഴിഞ്ഞ് നമ്മൾക്ക് എന്ത് ചെയ്യണം, കുറേ പുളിപ്പില്ലാത്ത തൈര്, ഭയങ്കരമായിട്ട് പുളിച്ച തൈര് വേണ്ട, ഒരു മീഡിയം, ഒരു ഭയങ്കര പുളിപ്പും വേണ്ട, തീരെ പുളിക്കാത്തതും വേണ്ട. നമ്മൾ തേങ്ങ മാങ്ങയോ അങ്ങനെ പുളിപ്പുള്ള മാങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും പുളിപ്പില്ലാത്ത തൈര് ചേർക്കാൻ കുഴപ്പമില്ല. എന്നിട്ട് ഈ തൈര് ചേർത്ത്, 1 കപ്പ് തൈര് എടുത്തിട്ട് നല്ലപോലെ ഇളക്കി ചേർക്കുക. ഈ തൈര് ചേർത്ത് കഴിഞ്ഞും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അരപ്പിൽ ഒന്ന് ആവി തട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ തൈരും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കഷ്ണങ്ങളുടെ അളവിനനുസരിച്ച് 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി വാങ്ങി വെക്കാം. അങ്ങനെ കുറേ പച്ചക്കറികൾ ഇല്ലല്ലോ എന്നോർത്ത്, അവിയൽ വേണോ വേണ്ടയോ എന്നോർത്ത് ഇരിക്കാതെ ഏതായാലും അവിയലുണ്ടാക്കിയത് നന്നായി. നല്ല ടേസ്റ്റിൽ അവിയൽ കിട്ടി കേട്ടോ. പിന്നെ അതേപോലെ ഈ വീഡിയോസൊന്നും വലിയ പകിട്ടും ക്വാളിറ്റി ഒന്നും ഇല്ലായിരിക്കുമെങ്കിലും ചാനൽ വീഡിയോസ് കാണണം കേട്ടോ. ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഇൻറ്റിമേറ്റായിട്ടുള്ള ഓക്കെ ആയിട്ടുള്ള ആർക്കെങ്കിലും ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു മോട്ടിവേഷൻ എന്ന നിലയ്ക്ക് ആണെങ്കിലും ചെയ്യാമല്ലോ. ഓക്കെ, താങ്ക് യു.